ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത സീസണിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്താൻ FC ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട്. സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ ഒരുപാട് നീക്കങ്ങൾ ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 3 താരങ്ങൾക്ക് വേണ്ടിയാണ് FC ബാഴ്സലോണ നല്ല രൂപത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്, അഥവാ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് പറയുന്നത്, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ സൂപ്പർ താരമായ ആന്റണി ഗോർഡന് വേണ്ടി ഇപ്പോൾ FC ബാഴ്സലോണ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഡെക്കോ താരത്തിന്റെ ഏജന്റുമായി കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. താരത്തെ സ്വന്തമാക്കാൻ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. പക്ഷേ 60 മില്യൺ യൂറോയൊക്കെ ഈ ന്യൂകാസിൽ യുണൈറ്റഡ് താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ആന്റണി ഗോർഡന് വേണ്ടിയുള്ള FC ബാഴ്സലോണയുടെ ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു താരം, അത് ബെർണാഡോ സിൽവയാണ്. അതായത് ബെർണാഡോ സിൽവ ഇപ്പോൾ FC ബാഴ്സലോണയിൽ എത്തുന്നതിന്റെ തൊട്ടരികിലാണ്. 80% ഡീൽ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ചില മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബെർണാഡോ സിൽവക്ക് ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. വരുന്ന സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹം FC ബാഴ്സലോണയിൽ എത്തും. മാത്രമല്ല, ബാഴ്സയിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം തന്റെ സാലറി പോലും കുറക്കാൻ തയ്യാറായി എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബെർണാഡോ സിൽവ ഏറെക്കുറെ അടുത്ത സീസണിൽ ബാഴ്സ ജേഴ്സിയിൽ ഉണ്ടാകും. ഇനി മറ്റൊരു താരം, ഇന്റർ മിലാന്റെ പ്രതിരോധ നിര താരമായ ബാസ്റ്റോണിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള FC ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. 60 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ഇന്റർ മിലാൻ ആവശ്യപ്പെടുന്നത്. അത് കുറച്ച് കുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ FC ബാഴ്സലോണ ഉള്ളത്. മാത്രമല്ല, ഒരു സോഫ്റ്റ് ഡീലിന് വേണ്ടിയൊക്കെ ബാഴ്സ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ബാസ്റ്റോണിയെ കൊണ്ടുവരാൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം. പ്രൈസിന്റെ കാര്യത്തിൽ ചെറിയ ഒരു ഇളവ് ലഭിച്ചു കഴിഞ്ഞാൽ ബാസ്റ്റോണിയെ FC ബാഴ്സലോണ ജേഴ്സിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബെർണാഡോ സിൽവയും ബാസ്റ്റോണിയും വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂട്ടത്തിൽ ആന്റണി ഗോർഡനെ കൂടി കിട്ടിയാൽ അത് ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.